സോ എല്ലാവരും നമ്മളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം 8.0 പല പല സെഷൻസും അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പൊ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കുറെ ഇൻസൈറ്റ്സും കാര്യങ്ങളും ഒക്കെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് റോഡ് ടു സക്സസ് എന്ന് പറയുന്ന സെഷൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്ക് BSW ഉള്ള ലേണേഴ്സും അതുപോലെ MSW ലേണേഴ്സ് ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും അല്ലെ, നിങ്ങൾക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് തിങ്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രൊഫഷൻ, നിങ്ങളുടെ കരിയർ ഒക്കെ എന്തായിരിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ ഈ പറയുന്ന സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന പ്രൊഫഷനുള്ള സ്കോപ്പ് എത്രത്തോളമാണ്, ഏതൊക്കെ ഫീൽഡിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പല പല ഡൗട്ട്സ് നിങ്ങൾക്ക് കാണും അല്ലെ. സോ ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ വെച്ചിരിക്കുന്നത്. അപ്പോ എന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്റെ പേര് ഫാത്തിമ, ഞാൻ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആണ്. ആൻഡ് എന്റെ കൂടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ സാൻഡ്ര മാം ഉണ്ട്. ആൻഡ് നമുക്ക് ഇന്നത്തെ ഈ ഒരു റോഡ് ടു സക്സസ് എന്ന് പറയുന്ന സെഷൻ ലീഡ് ചെയ്യാനുള്ളത് നാഫിക്കയും സർ ആണ്. സോ ഹീസ് ഡൂയിങ് ഹിസ് senior research fellowship in Pondicherry University, and talking about his education, he has completed his BA Honours Geography from University of Delhi, B.Ed in Social Sciences, NTU University, MA Social Work from Delhi School of Social Work, and he is a NET plus JRF holder, and also he holds PhD in Social Work from Pondicherry University. And talking about his working experience, he is a former HSST Senior Social Work and a former Assistant Professor, Affiliated Colleges of Calicut University, and former Project Coordinator, ADRA International, NGO for Disaster Relief and Humanitarian Interventions. സോ ഇത്രയും ഒരു ഗ്രേറ്റ് പോർട്ട്ഫോളിയോ ഉള്ള ഒരു ആളിനെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. സോ സർ, ഓക്കെ, സോ സാറിനെ ഞാൻ വെൽക്കം ചെയ്യാനേ. സ്ക്രീൻ ഷെയർ ചെയ്യാലോ? ചെയ്തോളൂ. താങ്ക് യു ഫാത്തിമ. താങ്ക് യു ലേൺവൈസ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. എന്നെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു. ഞാൻ PhD കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, PhD സബ്മിറ്റ് ചെയ്തു. വെയിറ്റിംഗ് ഫോർ മൈ വൈവ. PhD വൈവ കൂടെ ബാക്കിയുണ്ട്. അപ്പൊ ഇപ്പം സബ്മിഷന് ശേഷം നാട്ടിൽ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നു. UPSC പ്രിപ്പറേഷൻ ഒക്കെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരുപാട് പേര് വരുന്നു, ഒരുപാട് പേര് സോഷ്യൽ വർക്ക് ഫീൽഡിലേക്ക് വരുന്നു എന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം സോഷ്യൽ വർക്ക് എപ്പോഴും എല്ലാ കാലത്തും ഒരു സൈഡ് ലൈൻ ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ അതൊരു സർവീസ് മെന്റാലിറ്റി ഉള്ള ആളുകൾക്ക് ഉള്ള സാധനമാണ് എന്നുള്ള ഒരു സൊസൈറ്റൽ സ്റ്റീരിയോടൈപ്പ് എപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. ഇതൊരു പ്രൊഫഷൻ ആണെന്നും ഇതിനും ഒരു ഡിഗ്നിറ്റി ഉണ്ടെന്നും ഇതിൽ ഒരുപാട് കരിയർ സ്കോപ്പ് ഉണ്ടെന്നും ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോ അത്തരത്തിൽ MSW ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ BSW ചെയ്ത് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഈ ഫീൽഡിലെ ഫെർദർ കോഴ്സുകളൊക്കെ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാവുന്ന ചില ഏരിയകളും അതിന്റെ ഒരു വിവിധ തരത്തിലുള്ള വർക്ക് എക്സ്പോഷർ ഒക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡി ആണല്ലോ? ചാറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ചാറ്റ് ബോക്സ് വിസിബിൾ ആവുമോ? എനിക്കറിയില്ല. ഓക്കെ, ഓക്കെ. അപ്പോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ഒരു ഓവർവ്യൂ ജസ്റ്റ് ഒന്ന് പറയാം. എല്ലാവരും സ്ക്രീനിലേക്ക് ഒന്ന് നോക്കുക. ആദ്യമായിട്ട് MSW എന്ന് പറഞ്ഞ കോഴ്സിന്റെ ഓവർവ്യൂ സാധനങ്ങളൊക്കെ അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അതുകൊണ്ട് അതിൽ ഞാൻ ഒരുപാട് സ്ട്രെസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ദെൻ സോഷ്യൽ വർക്കിലെ വിവിധ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്, അത് ക്ലിനിക്കൽ സോഷ്യൽ വർക്ക് മുതൽ, നമ്മൾ MNP എന്ന് വിളിക്കുന്ന ക്ലിനിക്കൽ സോഷ്യൽ വർക്ക് മുതൽ കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാറുണ്ട്. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, ദെൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അക്കാഡമിക്സ് ആൻഡ് ടീച്ചിങ്, റിസർച്ച്, പോളിസി ആൻഡ് അഡ്വക്കസി. ഇത്രയും ഫീൽഡുകളാണ് കാര്യമായിട്ട് സോഷ്യൽ വർക്കിന്റെ സ്കോപ്പായിട്ട് നമ്മൾ പറയാറുള്ളത്. എന്നാൽ ഇതൊന്നും അല്ലാത്ത ഒരുപാട് ഫീൽഡുകൾ വേറെയുണ്ട്. അപ്പം അങ്ങനെയുള്ള ഫീൽഡുകൾ ജസ്റ്റ് മെൻഷൻ ചെയ്യുകയും ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത ഫീൽഡുകൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം ഡയറക്ട്ലി. ഓക്കെ, അപ്പൊ സോഷ്യൽ വർക്ക് എന്താണെന്നുള്ളത് നമുക്കറിയാം. സോഷ്യൽ വർക്ക് എന്താണ്? ഒരു പ്രാക്ടീസ് ബേസ്ഡ് പ്രൊഫഷൻ ആണ് അല്ലേ? ബാക്കിയുള്ള എല്ലാ സോഷ്യൽ സയൻസ് സബ്ജക്ട്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം. അതിപ്പോ സോഷ്യോളജി ആയിക്കോട്ടെ,
പൊളിറ്റിക്കൽ സയൻസ് ആയിക്കോട്ടെ, സൈക്കോളജി ആയിക്കോട്ടെ, സൈക്കോളജി നമുക്ക് മാറ്റി നിർത്താം, എക്കണോമിക്സ് ആയിക്കോട്ടെ, ഹിസ്റ്ററി ആയിക്കോട്ടെ, ആന്ത്രപ്പോളജി ആയിക്കോട്ടെ, ഏതൊരു സോഷ്യൽ സയൻസ് സബ്ജക്ട് എടുത്താലും നമുക്കറിയാം അത് പ്യുവർലി അക്കാഡമിക്സ് മാത്രമായിരിക്കും അല്ലെ. ഒരുപാട് തിയറികൾ പഠിക്കുന്നു, ഒരുപാട് ഫാക്ടുകൾ പഠിക്കുന്നു എന്നല്ലാതെ നമുക്ക് അപ്ലിക്കേഷൻ ലെവലിൽ ഒരുപാട് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് എന്തിലില്ല, ആ ഫീൽഡുകളിൽ ഇല്ല. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീൽഡാണ് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ. നമ്മൾ തിയറീസും നമ്മളുടെ കൺസെപ്റ്റുകളും എല്ലാം ഒരു മിനിറ്റ്, ഓക്കെ, നമ്മുടെ തിയറീസും നമ്മുടെ കൺസെപ്റ്റുകളും എല്ലാം പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആ ഒരു പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ സൊസൈറ്റിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം സൊസൈറ്റിയിൽ നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. അപ്പം ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ സോഷ്യൽ വർക്കിന് മറ്റുള്ള സോഷ്യൽ സയൻസ് സബ്ജക്ട്സിനേക്കാളും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് എന്താ പറയുക, യുണീക്നെസ് ഉണ്ട്. ഓക്കെ, അപ്പം അതെന്താണ്, ഒരു പ്രാക്ടീസ് ബേസ്ഡ് പ്രൊഫഷൻ ആണ് എന്ന് മാത്രമല്ല, അത് എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, സോഷ്യൽ ചേഞ്ചിനെ അല്ലെ, സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള പ്രോബ്ലംസിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുകയും അതിന് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതാണ് സോഷ്യൽ വർക്കേഴ്സ് ബേസിക്കലി ചെയ്യുന്നത് അല്ലെ. അപ്പം ഒരേപോലെ തന്നെ നമ്മുടെ ഇൻഡിവിജ്വൽസും അതേപോലെ കമ്മ്യൂണിറ്റീസും എന്ത് ചെയ്യപ്പെടുന്നു, എംപവർ ചെയ്യപ്പെടുന്നു. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സോഷ്യൽ വർക്ക് സൊല്യൂഷൻസിലൂടെ ഈ പറയുന്ന വ്യക്തികളും അതല്ലെങ്കിൽ കുടുംബങ്ങളും അതല്ലെങ്കിൽ കമ്മ്യൂണിറ്റികളൊക്കെ എംപവർ ചെയ്യപ്പെടുന്നു. പിന്നെ ഇതിന്റെ സ്കോപ്പ് എന്താണ്, ഇറ്റ് അഡ്രസ് വാരിയസ് സോഷ്യൽ ഇഷ്യൂസ് സച്ച് ആസ് പോവർട്ടി, ഇനീക്വാലിറ്റി, അബ്യൂസ്, മെന്റൽ ഹെൽത്ത്, ഡിസാസ്റ്റേഴ്സ്, ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ്, ഫാമിലി, ചിൽഡ്രൻ, വുമൺ, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഇഷ്യൂസ് എക്സെട്ര അല്ലെ. അപ്പൊ വിവിധ തരത്തിലുള്ള സമൂഹത്തിന്റെ പല മേഖലയിൽപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ എൽഡേർലി ആയിട്ടുള്ള ആളുകളുടെ ഇഷ്യൂസ് ആഡ് ചെയ്യാം, ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ ഇഷ്യൂസ് ആഡ് ചെയ്യാം, മൈനോറിറ്റീസിന്റെ ഇഷ്യൂസ് ആഡ് ചെയ്യാം, SC/ST കമ്മ്യൂണിറ്റീസിന്റെ ഇഷ്യൂസ് ആഡ് ചെയ്യാം, ട്രൈബൽ ഏരിയ, റൂറൽ ഏരിയാസ്, അർബൻ ഏരിയ, ഇതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം, ട്രാൻസ്ജെൻഡേഴ്സിനെ ആഡ് ചെയ്യാം, വുമൺ, ചിൽഡ്രൻ, അങ്ങനെ സമൂഹത്തിൽ ബാക്ക്വേർഡ് ആയി നിൽക്കുന്ന അല്ലെങ്കിൽ ഡൗൺ ട്രോഡൻ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയി നിൽക്കുന്ന ഏതൊരു കമ്മ്യൂണിറ്റീസിന്റെയും ഏതൊരു വിഷയത്തിലും ഇടപെടാനുള്ള ഒരു സ്കോപ്പാണ് ആർക്കുള്ളത്, സോഷ്യൽ വർക്കിനും സോഷ്യൽ വർക്ക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിനും ഉള്ളത്. ഓക്കെ, നൗ ലെറ്റ്സ് എക്സ്പ്ലോർ ദ കരിയർ പാത്സ് ഫോർ BSW ഓർ MSW ഗ്രാജുവേറ്റ്സ്. ഇതിലിപ്പോ നിങ്ങൾ BSW കഴിഞ്ഞവരുണ്ടാവാം, MSW കഴിഞ്ഞവരുണ്ടാവാം, അതല്ലെങ്കിൽ MSW പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവാം, അതേപോലെ കറന്റ് ജസ്റ്റ് ബേസിക് ആയിട്ട് BSW സ്റ്റാർട്ട് ചെയ്തവരും ഉണ്ടാവാം. അപ്പം നമ്മൾ ഏതൊരു കോഴ്സും ചെയ്യുമ്പോൾ നമുക്ക് അറിയേണ്ടത് അതിൽ എന്ത് ജോലിയാണ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ആലോചിക്കുക അല്ലെ. അപ്പം MSW BSW കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഫീൽഡുകളിൽ വർക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? സോഷ്യൽ വർക്ക് എന്താന്ന് പറഞ്ഞതിൽ, അതേപോലെ അതിന്റെ സ്കോപ്പ് എന്താന്ന് പറഞ്ഞതിൽ ഓക്കെ അല്ലേ? സർ, നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എൻഡില് ചോദിക്കാം. ഓക്കെ, അവര് At the end ചാറ്റ് of the ബോക്സിൽ വേണമെങ്കിൽ കമന്റ് ചെയ്തോട്ടെ, ഒന്നുകൂടെ ഇന്ററാക്റ്റീവ് Okay. ആയിക്കോട്ടെ, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ, ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, അൺമ്യൂട്ട് ചെയ്യണമെന്നില്ല, ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ഓക്കെ ഓക്കെ MSW കോഴ്സിന്റെ ഒരു ഓവർവ്യൂ എന്താന്നുള്ളത് നമുക്കറിയാം. അതൊരു വെറും തിയറീസോ അല്ലെങ്കിൽ തിയറി പേപ്പേഴ്സ് മാത്രം പഠിച്ചു പോകുന്നതിന് പകരം അതിൽ എന്തുകൂടെ ഉണ്ട്, പ്രാക്ടിക്കൽ അതല്ലെങ്കിൽ ഫീൽഡ് വർക്ക് കൂടെ ഉണ്ട്, നമുക്കറിയാം അല്ലേ. അപ്പം ബേസിക്കലി എന്തൊക്കെയാണ് നമ്മൾ അതിൽ പഠിക്കുന്നത്, നമ്മൾ സൈക്കോളജി പേപ്പേഴ്സ് പഠിക്കുന്നുണ്ട് അല്ലേ, ഹ്യൂമൻ ബിഹേവിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അതേപോലെ സോഷ്യോളജിക്കൽ കൺസെപ്റ്റ്സ് പഠിക്കുന്നുണ്ട്, കേസ് വർക്ക്, ഗ്രൂപ്പ് വർക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, തരത്തിലുള്ള സോഷ്യൽ പോളിസീസ്, സോഷ്യൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ജസ്റ്റിസ്, സോഷ്യൽ വെൽഫെയർ അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ പഠിക്കുന്നുണ്ട്. അതേപോലെ ഈ പറയുന്ന കൺസെപ്റ്റുകളൊക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള വഴികളാണ് ഈ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണെങ്കിലും അതല്ലെങ്കിൽ നമ്മളുടെ NGOs ആണെങ്കിലും ഒക്കെ അല്ലെ. അപ്പൊ ഇതിന്റെയൊക്കെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണെന്നുള്ളത് അത് ആണ് നമ്മൾ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനിൽ പഠിക്കുന്നത്. അതേപോലെ വിവിധ തരത്തിലുള്ള സോഷ്യൽ ഇഷ്യൂസിനെ നമ്മൾ കൂടുതലായിട്ട് അറിയുകയും അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് എൻക്വയറി ചെയ്യുകയും അതിന് സൊല്യൂഷൻസ് കണ്ടെത്തുകയും ചെയ്യുന്ന സോഷ്യൽ വർക്ക് മെത്തേഡാണ് ഇത് സോഷ്യൽ വർക്ക് റിസർച്ച് എന്ന് പറഞ്ഞാൽ. അപ്പൊ വിവിധ തരത്തിലുള്ള സോഷ്യൽ വർക്ക് റിസർച്ചുകൾ എന്തൊക്കെയാണ്, അതിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്താണ്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്താണ്, അതേപോലെ ഫീൽഡ് വർക്കിൽ എങ്ങനെയാണ് നമ്മൾ പഠിച്ച തിയറീസ് ഒക്കെ ഫീൽഡിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് MSW എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ദെൻ അതിൽ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്.
സ്പെഷ്യലൈസേഷൻസ് ഉള്ള സോഷ്യൽ വർക്ക് കോഴ്സിനാണ് നമ്മൾ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയാം, MSW എന്ന് പറയാം അല്ലെ. സ്പെഷ്യലൈസേഷൻ ഇല്ലാത്ത സോഷ്യൽ വർക്ക് കോഴ്സും ഉണ്ട്, PG ആണെങ്കിലും. എന്താ അതിന് പറയാം, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സ്പെഷ്യലൈസേഷൻ ഇല്ലാത്ത സോഷ്യൽ വർക്ക് PGക്ക് എന്താ നമ്മൾ പറയാം? ഓക്കെ, നമ്മൾ MSW മാത്രമാണ് കേട്ടിട്ടുള്ളത് അല്ലെ. MA സോഷ്യൽ വർക്ക് എന്നും പറയാറുണ്ട്. MA സോഷ്യൽ വർക്കിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവില്ല, ഒന്നുകൂടെ ജനറിക് കോഴ്സ് ആയിരിക്കും. എല്ലാ സബ്ജക്ട്സും നമ്മൾ അതിൽ പഠിക്കണം, ഈ പറഞ്ഞ എല്ലാ സബ്ജക്ട്സും നമ്മൾ പഠിക്കണം. MSW എന്താ ഉണ്ടാവുക, ഫസ്റ്റ് ഇയറിൽ നമ്മൾ ജനറൽ പേപ്പേഴ്സ് പഠിക്കുകയും സെക്കൻഡ് ഇയറിൽ നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ നമ്മൾ ചൂസ് ചെയ്യുകയും ചെയ്യുന്നു അല്ലെ. ആ സ്പെഷ്യലൈസേഷൻ ചിലപ്പോൾ എന്താവാം, മെഡിക്കൽ ആൻഡ് സൈക്കാട്രി ആവാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ക്ലിനിക്കൽ സോഷ്യൽ വർക്ക് എന്ന് നമ്മൾ പറയാറുണ്ട്. അതല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആയിരിക്കാം അല്ലെ, അല്ലെങ്കിൽ HR ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ആൻഡ് ചിൽഡ്രൻ ആയിരിക്കാം, ദെൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഫോറൻസിക് സയൻസ്, റൂറൽ ഡെവലപ്മെന്റ്, അർബൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, ട്രൈബൽ ഡെവലപ്മെന്റ്, അങ്ങനെ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ കോമൺലി ഉള്ള 3 സ്പെഷ്യലൈസേഷൻസ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ആൻഡ് സൈക്കാട്രി, അതേപോലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റും പിന്നെ HR ആണ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റും ആണ്. ഓക്കെ, ഇതിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന സ്കിൽസ് എന്തൊക്കെയാ? കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, എംപതി, ക്രിട്ടിക്കൽ തിങ്കിങ്, ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെ. അപ്പം ഇതൊക്കെയാണ് നമ്മൾ നേടിയെടുക്കുന്നത്. അത് എന്തിലൂടെ നമ്മൾ സ്വായത്തമാക്കുന്നത്? ഈ പഠിച്ചിട്ടുള്ള തിയറീസ് നമ്മൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെ, നമ്മുടെ ഫീൽഡ് വർക്ക് എന്ന് പറയുന്ന പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെ, അതേപോലെ നമ്മൾ വെക്കേഷൻ ടൈമിൽ നമ്മൾ പോകുന്ന ഇന്റേൺഷിപ്സിലൂടെ, അതുപോലെ നമ്മുടെ ബ്ലോക്ക് പ്ലേസ്മെന്റ് ഒക്കെ പോലെയുള്ള നമ്മളുടെ എക്സ്പീരിയൻസുകളിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന പ്രാക്ടിക്കൽ എക്സ്പീരിയൻസുകളും സ്കില്ലുകളും ഒക്കെ നമ്മൾ അക്വയർ ചെയ്യുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു കരിയർ പാത്വേസ് ഇൻ സോഷ്യൽ വർക്ക്. സോഷ്യൽ വർക്കിലെ പ്രധാന കരിയർ സ്കോപ്പുകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഓക്കെ, അതിന്റെ ബ്രോഡ് കാറ്റഗറീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ക്ലിനിക്കൽ സോഷ്യൽ വർക്ക്, ക്ലിനിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ ആൻഡ് സൈക്കാട്രി എന്ന് വേണമെങ്കിലും പറയാം. ദെൻ കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്ക്, സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ, പോളിസി ആൻഡ് അഡ്വക്കസി, റിസർച്ച് ആൻഡ് അക്കാഡമിയ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഓർ മാനേജ്മെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അത് ഓരോന്നും എന്താണെന്നുള്ളതും അതിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതും ഏതൊക്കെ സെറ്റിങ്ങിലാണ് അതിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യും, ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് വൺ കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്ക്. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കാം. കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്ക് അല്ലേ, ആ ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ? ഒരു കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കർ ആണ് കാണുന്നത് അല്ലെ. അവർ കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകളോടും കുട്ടികളോടും സംസാരിക്കുന്നതാണ് കാണുന്നത്. എന്താ അവർ ചെയ്യുന്നത്? കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്ക് ഫോക്കസ് ഓൺ ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ബൈ അഡ്രസ്സിംഗ് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് അഡ്വക്കേറ്റിംഗ് ഫോർ സോഷ്യൽ ചേഞ്ച്. നമ്മൾ ഏതൊരു കമ്മ്യൂണിറ്റി എടുക്കാം, അത് റൂറൽ കമ്മ്യൂണിറ്റി ആവാം, അർബൻ കമ്മ്യൂണിറ്റി ആവാം, അതല്ലെങ്കിൽ കോസ്റ്റൽ കമ്മ്യൂണിറ്റി ആവാം, ട്രൈബൽ കമ്മ്യൂണിറ്റി ആവാം, ഏത് തരത്തിലുള്ള കമ്മ്യൂണിറ്റി ആണെങ്കിലും അവിടെ വിവിധ തരത്തിലുള്ള ഡെവലപ്മെന്റ് ഇഷ്യൂസ് ഉണ്ടാവും അല്ലെ. ഒരുപാട് വ്യക്തികളുടെ വിഷയങ്ങൾ ഉണ്ടാവാം, ഒരു കൂട്ടം ആളുകളുടെ വിഷയങ്ങൾ ഉണ്ടാവും, മൊത്തം ആ കമ്മ്യൂണിറ്റിയെ തന്നെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാവാം. അപ്പം അതിലൊക്കെ ഇന്റർവെൻഷൻസ് നടത്തുക, അതിലൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കറുടെ പ്രധാന ജോലി. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, ക്ലിനിക്കൽ സോഷ്യൽ വർക്ക്. ക്ലിനിക്കൽ സോഷ്യൽ വർക്കിൽ എന്താ ചെയ്യുന്നത്? ക്ലിനിക്കൽ സോഷ്യൽ വർക്ക് ഇൻവോൾവ്സ് പ്രൊവൈഡിംഗ് മെന്റൽ ഹെൽത്ത് സർവീസസ് ഇൻക്ലൂഡിംഗ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് മെന്റൽ, ബിഹേവിയറൽ ആൻഡ് ഇമോഷണൽ ഡിസോർഡേഴ്സ് അല്ലെ. പലതരത്തിലുള്ള മെന്റൽ ഡിസോർഡേഴ്സ് ഡയഗ്നോസ് ചെയ്യുക, അതിനുള്ള ട്രീറ്റ്മെന്റിന് റെഫർ ചെയ്ത് കൊടുക്കുക, അതേപോലെ മെഡിക്കൽ സെറ്റിംഗ്സിൽ പേഷ്യൻസിന് വെൽഫെയറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ഇതൊക്കെയാണ് മെഡിക്കൽ ആൻഡ് സൈക്കാട്രി ഓർ ക്ലിനിക്കൽ സോഷ്യൽ വർക്കിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആളുടെ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഫീൽഡിൽ മാനേജ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ. തേർഡ് വൺ, സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ ആണ്. Social work administration involves managing social service organizations and programs, focusing on leadership, strategic planning and organizational development. അതായത് നമ്മൾ ഈ പറയുന്ന സോഷ്യൽ വർക്കിന്റെ പല വെൽഫെയർ സ്കീമുകളാണെങ്കിലും അതല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള പ്രോഗ്രാമുകളാണെങ്കിലും ഇത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്ത് വഴിയാണ്? പലപ്പോഴും എന്തെങ്കിലും ഒരു ഓർഗനൈസേഷൻ വഴിയോ NGO വഴിയോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ വഴിയോ ഒക്കെ ആയിരിക്കും. അപ്പൊ ഇതിന്റെ മൊത്തത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷനിൽ ചെയ്യുന്നത്. ഇപ്പൊ NGOസിൽ പ്രൊജക്ട് കോർഡിനേറ്റർ ആയിട്ടോ അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജർ ആയിട്ടോ അല്ലെങ്കിൽ ഫീൽഡ് കോർഡിനേറ്റേഴ്സ് ആയിട്ടോ അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതൊക്കെ ഈ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നത് ആരായിരിക്കും? MSW കഴിഞ്ഞ അല്ലെങ്കിൽ BSW കഴിഞ്ഞ സോഷ്യൽ വർക്ക് ഫീൽഡിലെ ഗ്രാജുവേറ്റ്സ് ആയിരിക്കും. ഓക്കെ, തേർഡ് വൺ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ സോഷ്യൽ വർക്ക് ഫോക്കസസ് ഓൺ improving the skills, knowledge and abilities of social workers or other employees
വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ഓർ കമ്പനി, അല്ലെ? നമുക്കറിയാം HR മാനേജർ എന്ന പോസ്റ്റിലേക്ക് പലപ്പോഴും കൊമേഴ്സിൽ നിന്നോ മാനേജ്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ HR ഫീൽഡിൽ നിന്നോ മാത്രമല്ല ആളുകളെ ഹയർ ചെയ്യാറുള്ളത്. MSWക്കാരും എന്താവാറുണ്ട്, HR മാനേജേഴ്സ് ഒക്കെ ആവാറുണ്ട്. അവരെന്താ ചെയ്യുന്നത്, ഒരു കമ്പനിയിലെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ സെലക്ഷൻ, റിക്രൂട്ട്മെന്റ്, അവരുടെ റിട്ടൻഷൻ, അവർക്കുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക, അവരുടെ പെർഫോമൻസ് അപ്രൈസലിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, ഇതൊക്കെയാണ് HR മാനേജേഴ്സ് ചെയ്യുന്നത്. അപ്പം വിവിധ തരത്തിലുള്ള കമ്പനികളിലും അതല്ലെങ്കിൽ ഓർഗനൈസേഷൻസിലൊക്കെ അവരുടെ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യാനുള്ള ഒരു പോസ്റ്റിലേക്കും വേണമെങ്കിൽ സോഷ്യൽ വർക്കേഴ്സിന് വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് പേര് ഈ HR മേഖലകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ല സാലറി ഒക്കെ കിട്ടുന്ന ഒരു ഫീൽഡാണ് HR മാനേജ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, അടുത്തതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇപ്പൊ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇല്ലേ? എല്ലായിടത്തും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മലബാറിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം 2018-19 ഒക്കെ നമുക്ക് ഫ്ലഡും ലാൻഡ് സ്ലൈഡ്സ് ഒക്കെ വന്നു. അതും ഏകദേശം ഒരു ഓഗസ്റ്റ് 9 മുതൽ 15 വരെ തീയതികളിലൊക്കെ ആയിരുന്നു അല്ലെ? അപ്പൊ ആ ഒരു സമയങ്ങളിലേക്ക് നമ്മൾ വീണ്ടും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീണ്ടും ഒരു ഡിസാസ്റ്റേഴ്സ് നമ്മൾ ഉണ്ടാവോ ഇല്ലേ എന്ന് നമ്മൾ പേടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റും എന്താണ്, സോഷ്യൽ വർക്കിന്റെ പ്രധാനപ്പെട്ട ഒരു ഫീൽഡാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ സോഷ്യൽ വർക്ക് ഇൻവോൾവ്സ് പ്രിപ്പയറിംഗ് ഫോർ റെസ്പോണ്ടിങ് ടു ആൻഡ് റിക്കവറിംഗ് ഫ്രം നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. അതായത് ഇത് പ്രകൃതി ദുരന്തങ്ങളാവാം അല്ലെങ്കിൽ മനുഷ്യൻ തന്നെ വരുത്തി വെച്ചിട്ടുള്ള ദുരന്തങ്ങളാവാം. അപ്പം ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, അതേപോലെ ഇതിന്റെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ, റിലീഫ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക, ആളുകളെ ഇതിൽ നിന്ന് റീകവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക, ആളുകളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക. അങ്ങനെ വൈവിധ്യങ്ങൾ ആർന്ന ഒരുപാട് സ്റ്റേജുകളുള്ള ഒരു പ്രോസസ്സാണ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമ്മൾ മുൻപായിരുന്നു പറയാറുള്ളത്, ഇപ്പം ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്നാണ് പറയാറുള്ളത്. ഓക്കെ, ഡിസാസ്റ്റേഴ്സ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിന്റെ റിസ്ക് കുറക്കാനേ പറ്റുള്ളൂ അല്ലെ? ദുരന്ത ലഘൂകരണം എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്കോപ്പാണ് അക്കാഡമിക്സ് ആൻഡ് ടീച്ചിങ് അല്ലെ? എല്ലാ സോഷ്യൽ സയൻസ് സബ്ജക്ട്സിനെ പോലെ തന്നെ സോഷ്യൽ വർക്കിനും എന്തുണ്ട്, സോഷ്യൽ സയൻസ് സബ്ജക്ട്, എല്ലാ സോഷ്യൽ സയൻസ് സബ്ജക്ട്സിലും മെയിൻലി അതിന്റെ സ്കോപ്പ് അക്കാഡമിക്സും ടീച്ചിങ്ങും മാത്രമായിരിക്കും. ഹിസ്റ്ററി എടുക്കുക, അല്ലെങ്കിൽ സോഷ്യോളജി എടുത്താലും, പൊളിറ്റിക്കൽ സയൻസ് എടുത്താലും, അതല്ലെങ്കിൽ ആന്ത്രപ്പോളജി എടുത്താലും, അതിനൊക്കെ എന്തായിരിക്കും അതിന്റെ പ്രധാന സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ്ങും അക്കാഡമിക്സും റിസർച്ചും ഒക്കെ ആയിരിക്കും. നമ്മളുടേതും എന്തുണ്ട്, നമ്മളുടെ സോഷ്യൽ വർക്ക് ഫീൽഡിലും ആ ഒരു സ്കോപ്പ് അവിടെ തന്നെ ഉണ്ട്. എന്നാലും നമ്മൾ കൂടുതലായിട്ട് ഇതിലേക്ക് സോഷ്യൽ വർക്കേഴ്സ് സ്ട്രെസ് ചെയ്യാറില്ല. എന്നാലും ഇത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഈ ഫീൽഡിലേക്കും പോകാറുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഡിഗ്രി, PG, B.Ed, നെറ്റ് ഓർ സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറായിട്ടൊക്കെ കേരളത്തിൽ വർക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇനി അതല്ല നമ്മൾ PhD-യോ അല്ലെങ്കിൽ നെറ്റും PG-യും ഒക്കെ സോഷ്യൽ വർക്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി ലെവലിലും ടീച്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് സ്കൂളിലും സ്കൂൾ കൗൺസിലറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. ദെൻ തേർഡ് വൺ റിസർച്ച് ആണ്. റിസർച്ച് എന്താണ്? റിസർച്ച് ഇൻ സോഷ്യൽ വർക്ക് ഇൻവോൾവ് സിസ്റ്റമാറ്റിക്കലി ഇൻവെസ്റ്റിഗേറ്റിംഗ് സോഷ്യൽ ഇഷ്യൂസ്, ഇന്റർവെൻഷൻസ് ആൻഡ് പോളിസീസ് ടു ജനറേറ്റ് നോളജ് ആൻഡ് ഇൻഫോം പ്രാക്ടീസ്. അതിപ്പം PhD ചെയ്യുക എന്നുള്ളത് മാത്രമല്ല റിസർച്ചിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. PhD-യോ അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് വിവിധ തരത്തിലുള്ള റിസർച്ച് പ്രൊജക്ടുകൾ ഉണ്ടാവും. പല ഓർഗനൈസേഷൻസിന്റെയും പല ഇന്റർനാഷണൽ NGOസിന്റെ ഒക്കെ റിസർച്ച് പ്രൊജക്ടുകൾ ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യൽ സോഷ്യൽ വർക്ക് ഫീൽഡിൽ നിന്നുള്ള ആളുകളായിരിക്കും. വിവിധ തരത്തിലുള്ള സോഷ്യൽ ഇഷ്യൂസിൽ നടക്കുന്ന പ്രൊജക്ടുകളിൽ ഏറ്റവും കൂടുതൽ അവർ പ്രിഫർ ചെയ്യൽ സോഷ്യൽ വർക്കേഴ്സിനായിരിക്കും. കാരണം ഒരു ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ സൊല്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ചിന് ഒന്നുകൂടെ ആപ്റ്റ് ആവല് സോഷ്യൽ വർക്കേഴ്സ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അതും നല്ലൊരു നമുക്ക് കാണാവുന്ന നല്ലൊരു ഫീൽഡാണ്. ദെൻ ലാസ്റ്റ് വൺ, പോളിസി ആൻഡ് അഡ്വക്കേസി. ഇറ്റ് ഫോക്കസസ് ഓൺ ഇൻഫ്ലുവൻസിങ് സോഷ്യൽ പോളിസി, കണ്ടക്ടിങ് policy analysis and advocating for legislative change and social justice. ഓക്കെ, അതായത് വിവിധ തരത്തിലുള്ള സോഷ്യൽ വിവിധ തരത്തിലുള്ള പോളിസി ആൻഡ് അഡ്വക്കസി റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ രാജ്യത്ത് ഒരുപാട് പോളിസികൾ ഉണ്ട് നമുക്ക് അല്ലെ? നമുക്ക് വുമൺ പോളിസി ഉണ്ട്, ചിൽഡ്രൻസ് പോളിസി ഉണ്ട്, റൂറൽ ഡെവലപ്മെന്റ് പോളിസി ഉണ്ട്, അഗ്രികൾച്ചർ പോളിസി ഉണ്ട്. അപ്പൊ ഈ പോളിസി ലെവലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള പോളിസി ചേഞ്ച് ചെയ്യണമെങ്കിലോ ഒക്കെ നമ്മൾ റിസർച്ച് ചെയ്യുകയും
അതിന്റെ കരട് രേഖ തയ്യാറാക്കുകയും അതിന്റെ മീറ്റിംഗ്സും അതിന്റെ അഡ്വക്കസി കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. പെട്ടെന്ന് ഒരു പോളിസി നമുക്ക് മാറ്റാൻ പറ്റില്ല. അതിന് നമുക്ക് ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് വേണ്ടി വരും, പൊളിറ്റീഷ്യൻസിന്റെ സപ്പോർട്ട് വേണ്ടി വരും, നമ്മളുടെ ഓൾറെഡി ഉള്ള ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ സപ്പോർട്ട് വേണ്ടി വരും, ബ്യൂറോക്രാറ്റ്സിന്റെ സപ്പോർട്ട് വേണ്ടി വരും. അപ്പൊ ഇവരെയൊക്കെ ലോബിങ് ചെയ്യുകയും ഈ ഒരു കോമൺ കോസിന് വേണ്ടിയിട്ട് എല്ലാവരെയും മീറ്റ് ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പോളിസി ആൻഡ് അഡ്വക്കസി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത്. അപ്പൊ മെയിൻലി ഈ ഏതെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലെജിസ്ലേറ്റീവ് ചേഞ്ച് ആണ് ഇത് ആഗ്രഹിക്കുന്നത്. ലെജിസ്ലേറ്റീവ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമം മാറാൻ വേണ്ടിയിട്ടും അതല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സോഷ്യൽ ജസ്റ്റിസ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് പോളിസി ആൻഡ് അഡ്വക്കസി ഫീൽഡ് വർക്ക് ചെയ്യുന്ന സോഷ്യൽ വർക്കേഴ്സ് ശ്രമിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഏരിയ എടുത്തിട്ട് അതിന്റെ കീ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നുള്ളതും അതിന്റെ വർക്ക് സെറ്റിംഗ്സ് എന്താണെന്നുള്ളതും നോക്കാം. ഓക്കെ, സമയം ആവുമ്പം ടീച്ചർ ഒന്ന് പറയണേ, എനിക്ക് ടൈം കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട്. ഓക്കെ, ക്ലിനിക്കൽ സോഷ്യൽ വർക്ക് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. നമ്മൾ ക്ലിനിക്കൽ സോഷ്യൽ വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് മെഡിക്കൽ ആൻഡ് സൈക്കാട്രി തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആവണ്ട. ഇറ്റ്സ് ഡീലിംഗ് വിത്ത് മെന്റൽ ഹെൽത്ത് സർവീസസ്. ഡീലിംഗ് എന്നാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഡീലിംഗ് വിത്ത് മെഡിക്കൽ ഓർ മെന്റൽ ഹെൽത്ത് സർവീസസ് ഓർ കണ്ടക്ടിങ് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ആൻഡ് ഫാമിലി തെറാപ്പി. തെറാപ്പികളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഈ പറയുന്ന മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് അല്ലെങ്കിൽ ക്ലിനിക്കൽ സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ ആയിരിക്കും. ഓക്കെ, then crisis intervention and case management, developing treatment plans and monitoring client progress. അല്ലെ, ഇപ്പം ചില ഹോസ്പിറ്റലുകളിലൊക്കെ മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടാവും അല്ലെ. അപ്പം ഈ പറയുന്ന പേഷ്യൻസോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റിലേറ്റീവ്സോ ആയിട്ടുള്ള ആളുകളൊക്കെ മാനസിക സമ്മർദ്ദത്തിലൊക്കെ ആണെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുക, അവരെ കൂടുതലായിട്ട് കൺസോൾ ചെയ്യുക, അവർക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനുപരി ഇപ്പം കിഡ്നി ട്രാൻസ്പ്ലാന്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ ട്രാൻസ്പ്ലാന്റുകളോ അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻസോ നേരിടുന്ന ആളുകൾക്ക് മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് കൊടുക്കുക, അതേപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അനുഭവിക്കുന്ന ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇവർ മെയിൻലി ചെയ്യുന്നത്. അതേപോലെ വിവിധ തരത്തിലുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഡയഗ്നോസ് ചെയ്യുക. ഓരോരുത്തർക്കും എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം സെറ്റിങ്ങിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം, അവരുടെ ഡിസോർഡർ ഏതാന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുകയും അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സോഷ്യൽ വർക്കേഴ്സ് മാത്രം മതിയാവില്ല, പലപ്പോഴും അവരും വേണ്ടി വരും, സൈക്കാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഒക്കെ വേണ്ടി വരും അല്ലെ. അപ്പൊ അതിന്റെ ഒരു പില്ലറാണ് സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, മെയിൻലി വർക്ക് സെറ്റിംഗ്സ് എവിടെയൊക്കെയാണ് വരുന്നത്? ഹോസ്പിറ്റൽസ് ആയിരിക്കാം, മെന്റൽ ഹെൽത്ത് ക്ലിനിക്സ് ആയിരിക്കാം, പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഏതെങ്കിലും ഓർഗനൈസേഷൻസ് ആയിരിക്കാം, സ്കൂളുകളായിരിക്കാം, സ്കൂളുകളിലെ കൗൺസിലർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ദെൻ റെസിഡൻഷ്യൽ ട്രീറ്റ്മെന്റ് സെന്റേഴ്സ് ആയിരിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്ക്, നെക്സ്റ്റ് വൺ കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്ക് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മെയിൻ ആയിട്ട് ഡിസൈനിങ് ആൻഡ് ഇംപ്ലിമെന്റിങ് കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് ആൻഡ് സർവീസസ് അല്ലെ. കമ്മ്യൂണിറ്റിയിലുള്ള വിവിധ വിഷയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഇന്റർവെൻഷൻ നടത്താനുള്ള പ്രോഗ്രാമുകളും പ്ലാനുകളൊക്കെ ഉണ്ടാക്കുന്നു, അതേപോലെ ആ സർവീസസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ കണ്ടക്ടിങ് നീഡ് അസസ്മെന്റ് ആൻഡ് മൊബിലൈസിങ് കമ്മ്യൂണിറ്റി റിസോഴ്സസ്. ഓരോ കമ്മ്യൂണിറ്റിയുടെയും പ്രശ്നങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. അപ്പം നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പോയിട്ട് ഇന്റർവെൻഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് അടുത്ത കമ്മ്യൂണിറ്റിയിലേക്ക് പോകുമ്പോൾ നമ്മൾ അതേ ഇന്റർവെൻഷൻ ആയിരിക്കില്ല അവിടെ നടത്തേണ്ടത് അല്ലെ. അതായത് കമ്മ്യൂണിറ്റി എയും കമ്മ്യൂണിറ്റി ബിയും തമ്മിൽ വളരെയധികം അന്തരങ്ങൾ ഉണ്ടാവും. അപ്പം ആ ഒരു ആവശ്യം എന്താ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് നമ്മൾ നീഡ് അസസ്മെന്റ് എന്ന് പറയാം. ദെൻ നീഡ് അസസ്മെന്റിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടുത്തെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്തൊക്കെയാന്നുള്ളത് നോക്കും അല്ലെ. അവിടെ എന്തൊക്കെ ടൈപ്പ് ഓഫ് എന്താ പറയാ റിസോഴ്സുകൾ ഉണ്ട് എന്നുള്ളത് നമ്മളൊരു കണക്കെടുപ്പ് നടത്തും. അത് ആളുകളാവാം, വസ്തുക്കളാവാം, ജലാശയങ്ങളാവാം, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് അവര് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാവാം. അങ്ങനെ എന്തൊക്കെ കമ്മ്യൂണിറ്റി റിസോഴ്സുകൾ ഉണ്ടോ അതിന്റെ മൊത്തം അസസ്മെന്റ് നടത്തുകയും അവരുടെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ റിസോഴ്സസിനെ മൊബിലൈസ് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ അഡ്വക്കേറ്റിംഗ് ഫോർ പോളിസി ചേഞ്ചസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ആ കമ്മ്യൂണിറ്റിയിലെ വിഷയങ്ങൾ ചിലപ്പോൾ നമുക്ക് അവിടെ തന്നെ പരിഹരിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമായിരിക്കില്ല. ചിലപ്പം പോളിസി ലെവലിൽ എന്തെങ്കിലും ചേഞ്ചസ് ആവശ്യം ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു സോഷ്യൽ ജസ്റ്റിസ് സപ്പോർട്ട് അവർക്ക് ആവശ്യമായിരിക്കാം. അപ്പം ലാർജർ വിഷനോട് കൂടി ഒരു ഗവൺമെന്റ് സപ്പോർട്ടൊക്കെ കിട്ടുന്ന രീതിയിൽ
അവിടെ ഇന്റർവെൻഷൻ നടത്തുക എന്നുള്ളതാണ് കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കറുടെ മറ്റൊരു റെസ്പോൺസിബിലിറ്റി. ദെൻ എവിടൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യുക അതിൽ? അത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ അണ്ടറിലായിരിക്കാം ചിലപ്പം, അല്ലെ, കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അതേ കമ്മ്യൂണിറ്റിയിലുള്ള കമ്മ്യൂണിറ്റി സെന്ററിലായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളോ ഗവൺമെന്റ് ഏജൻസികളോ ആയിരിക്കാം, അതല്ലെങ്കിൽ മറ്റ് ഗ്രാസ് റൂട്ട് ഓർഗനൈസേഷൻസിലായിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ഏരിയകളിലാണ്, ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് ആര് വർക്ക് ചെയ്യാം? കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കർ വർക്ക് ചെയ്യുക. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, സോഷ്യൽ വർക്ക് ഓർ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ. അല്ലെ, സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാറുണ്ട്, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാറുണ്ട്. മെയിൻലി എന്താണ്? ഓവർസീയിങ് സ്റ്റാഫ്, ബജറ്റിംഗ്, ഫണ്ട് റൈസിംഗ് ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ. നമ്മൾ പറഞ്ഞു സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വിവിധ പ്രോഗ്രാമുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏജൻസീസിന്റെ അഡ്മിനിസ്ട്രേഷൻ ആണ് സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ. അപ്പൊ അവിടുത്തെ സ്റ്റാഫിന്റെ കാര്യങ്ങൾ നോക്കാനായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫണ്ട് റൈസിങ്ങിന് ആയിരിക്കാം, കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച് എങ്ങനെ ബജറ്റിംഗ് നടത്താന്നുള്ളതായിരിക്കാം, ആ റിസോഴ്സസ് എങ്ങനെ അലോക്കേറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് ആ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതായിരിക്കാം. അതൊക്കെയാണ് മെയിൻലി ചെയ്യാനുള്ളത്. ദെൻ ഡെവലപ്പിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ്, അല്ലെ. ആ പ്രൊജക്ടുകൾ പ്ലാൻ ചെയ്യുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും അതിന്റെ എഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ആരാണ്? ഈ സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷനിൽ വർക്ക് ചെയ്യുന്ന പ്രൊജക്ട് കോർഡിനേറ്റർ എന്ന് നമ്മൾ വേണമെങ്കിൽ വിളിക്കാം, പ്രൊജക്ട് മാനേജർ എന്ന് വേണമെങ്കിൽ വിളിക്കാം, ഫീൽഡ് കോർഡിനേറ്റർ എന്ന് വിളിക്കാം. അങ്ങനെ വിവിധ തരത്തിലുള്ള പോസ്റ്റുകളിൽ ഇത് അറിയപ്പെടാറുണ്ട്. ഓക്കെ, NGO ഡയറക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ദെൻ മെയിൻലി എന്താണ്? സോഷ്യൽ സർവീസ് ഏജൻസീസ് ആയിരിക്കാം, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആയിരിക്കാം. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് തന്നെയാണ് NGO എന്ന് പറയാം, അല്ലെ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. ദെൻ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, ഇപ്പം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റോ, അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റോ, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റോ, അല്ലെങ്കിൽ വുമൺ ആൻഡ് ചിൽഡ്രൻ ഡിപ്പാർട്ട്മെന്റുകൾ എന്നൊക്കെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ തരത്തിലുള്ള പ്രോഗ്രാമുകളും പ്രൊജക്ടുകളും അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ സോഷ്യൽ വർക്കേഴ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു HR മാനേജേഴ്സ് ആയിട്ട് കോമേഴ്സ് ഓർ ഒക്കെ പ്രിഫർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആയിട്ട് നമ്മുടെ, അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് സോഷ്യൽ വർക്കേഴ്സ് ആയിട്ടൊക്കെ MSWക്കാർ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഗെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗെയിൽ, അതേപോലെ കോൾ ഇന്ത്യ, ബെൽ, ഇതൊക്കെ നവരത്ന കമ്പനീസ് ആണ്. അപ്പൊ ഇതിലൊക്കെ സോഷ്യൽ വർക്കിൽ നെറ്റ് ഉണ്ടെങ്കിൽ അവിടെ HR മാനേജേഴ്സ് ഒക്കെ ആയിട്ട് പലപ്പോഴും റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും CSR വിങ്ങുകളിലുള്ള കമ്പനികളാവാം, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വിങ്സ് എന്നാ അതിന് പറയാം, അതിലേക്ക് ഞാൻ വരാം. അതേപോലെ സാധാ കമ്പനീസും ആവാം, എന്തെങ്കിലും പ്രോഫിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് കമ്പനീസ് ഒക്കെ ആവാം. ഓക്കെ, അപ്പൊ അതിലൊക്കെ സോഷ്യൽ വർക്കേഴ്സ് HR മാനേജേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. സോ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് in social work focuses on improving the skills, knowledge and abilities of social workers and other employees within an organization or company, അല്ലെ. അപ്പൊ ഒരു കമ്പനിയിലെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ സോഷ്യൽ വർക്കേഴ്സിന്റെയോ അല്ലെങ്കിൽ അതർ എംപ്ലോയീസിന്റെയോ സ്കിൽസ്, നോളജ്, എബിലിറ്റീസ് എല്ലാം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് സോഷ്യൽ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നത്, അല്ലെ. എന്തൊക്കെയാ കീ റെസ്പോൺസിബിലിറ്റീസ് അവരുടെ? ഒന്ന് റിക്രൂട്ട്മെന്റ് ആണ്, അതേപോലെ സെലക്ഷൻ ആണ്, ഇൻഡക്ഷൻ ആൻഡ് റിട്ടൻഷൻ, ആൻഡ് കണ്ടക്ടിങ് ട്രെയിനിങ് പ്രോഗ്രാംസ് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. അതേപോലെ ഇംപ്ലിമെന്റിംഗ് പെർഫോമൻസ് മാനേജ്മെന്റ് സിസ്റ്റം, അല്ലെ. എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഒക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ പെർഫോമൻസ് അപ്രൈസലിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ പ്രൊമോട്ടിംഗ് എ പോസിറ്റീവ് ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് എംപ്ലോയി വെൽബീയിങ്, അല്ലെ. ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഓർഗനൈസേഷണൽ കൾച്ചർ എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടാക്കുകയും അത് ഓർഗനൈസേഷനും കമ്പനിക്കും ഒക്കെ ഗുണമാകുന്ന രീതിയിൽ മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഓവറോൾ ആയിട്ടുള്ള വെൽബീയിങ്ങും അവരുടെ വെൽഫെയർ ഒക്കെ നോക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് സോഷ്യൽ വർക്കേഴ്സിന് ചെയ്യാനുള്ളത്. എവിടൊക്കെയാ വർക്ക് ചെയ്യാനുള്ളത്? സോഷ്യൽ സർവീസ് ഏജൻസീസിലായിരിക്കാം, അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിലായിരിക്കാം, നേരത്തെ പറഞ്ഞ കമ്പനികളിലായിരിക്കാം, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലായിരിക്കാം, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലായിരിക്കാം, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രോഗ്രാംസിലായിരിക്കാം, അതേപോലെ കമ്പനികളിലായിരിക്കാം, നേരത്തെ പറഞ്ഞ പോലെ കമ്പനികളിലായിരിക്കാം, ഏതിലും ആയിരിക്കാം.
ഓക്കെ, CSR എന്ന് പറഞ്ഞാൽ എന്താ, ആർക്കാ പറയാൻ പറ്റുക? വാട്ട് ഈസ് CSR? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രോഗ്രാംസ്. ഓക്കെ, ഫോർ ചാരിറ്റി. അതെ, സോനു പറഞ്ഞിട്ടുണ്ട് ഫോർ ചാരിറ്റി എന്നുള്ളത്. അതായത് ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ എന്തിൽ നിന്നാണ് അത് എമൗണ്ട് എടുക്കുന്നത്? അവരുടെ ആ കമ്പനിയുടെ ടേൺ ഓവറിൽ നിന്ന്, പ്രോഫിറ്റിൽ നിന്നാണ് ഈ എമൗണ്ട് എടുക്കുന്നത് അല്ലെ. 500 crore മുകളിൽ ടേൺ ഓവർ ഉള്ള എല്ലാ കമ്പനീസും എന്ത് ചെയ്യണം? അവരുടെ പ്രോഫിറ്റിന്റെ 2 to 3% 2 മുതൽ 3 വരെ ഉള്ള പെർസെന്റേജ് എന്ത് ചെയ്യണം? സോഷ്യൽ സെക്ടറിലേക്ക് വിനിയോഗിക്കണം എന്നുള്ളത് ഇന്ത്യയിലെ നിയമമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ കമ്പനീസ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന അവരുടെ വിങ്ങുകൾക്കാണ് നമ്മൾ CSR വിങ്ങുകൾ എന്ന് പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ ഏതൊരു വലിയ കമ്പനി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കണം എന്ത്, അതിനൊരു CSR വിങ് ഉണ്ടാവുമെന്നും അവിടെ എനിക്ക് ജോലി സാധ്യത ഉണ്ട് എന്നും. ഓക്കെ, നിങ്ങൾ ഏത് വലിയ കമ്പനി എടുത്തോ അതിന് CSR വിങ്ങുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ BSW MSW കഴിഞ്ഞാലൊക്കെ അങ്ങനെയുള്ള പ്രോഗ്രാമുകളിലേക്ക് സോഷ്യൽ വർക്കേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാം. നല്ല സാലറി കിട്ടുന്ന ജോലികളാണ്. ഓക്കെ, അപ്പൊ അതും നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ ഏതാ സ്ലൈഡ് വന്നേ? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് സർ. ഓക്കെ ഓക്കെ, അപ്പൊ എന്റെ ഫോണിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ഡൺ. അപ്പൊ ഇനി അടുത്ത ഫീൽഡിലേക്കാണ് നമ്മൾ പോകുന്നത്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഓക്കെ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് വളർന്നു വരുന്ന ഒരു സോഷ്യൽ വർക്കിലെ പ്രധാനപ്പെട്ട ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഇപ്പോ ഡിസാസ്റ്റർ റിലീഫിന് വേണ്ടിയിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊജക്ടുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യുന്നത്? ഇറ്റ് ഇൻവോൾവ്സ് പ്രിപ്പയറിംഗ് ഫോർ റെസ്പോണ്ടിങ് ടു ആൻഡ് റിക്കവറിംഗ് ഫ്രം നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ടു മിറ്റിഗേറ്റ് ദെയർ ഇമ്പാക്ട് ഓൺ കമ്മ്യൂണിറ്റീസ്. അതായത് ഡിസാസ്റ്റേഴ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അതിന്റെ റിസ്ക് നമുക്ക് കുറക്കാം അല്ലെ, അതിന്റെ ഇമ്പാക്ട് കുറക്കാം, അതിന് കോൺസിക്വൻസ് കുറക്കാം. അപ്പൊ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്, കമ്മ്യൂണിറ്റീസിനെ അതിന് റെസിലിയന്റ് ആക്കി മാറ്റുക എന്നുള്ളത്. അതേപോലെ ഇനി അഥവാ ഡിസാസ്റ്റേഴ്സ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത്. റെസ്പോൺസ് എങ്ങനെ ആയിരിക്കണം? ഇമ്മീഡിയറ്റ് റെസ്ക്യൂ ക്യാമ്പുകളൊക്കെ സെറ്റ് ചെയ്യുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. റിലീഫ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളായിരിക്കാം, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് എന്ത് വർക്കും ആയിരിക്കാം. ഓക്കെ, അതേപോലെ ഇവരുടെ റിക്കവറി ആയിരിക്കാം, ഇവരുടെ ലൈവ്ലിഹുഡ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് റീകവർ ചെയ്യുന്ന പ്രൊജക്ടുകളായിരിക്കാം, ലോങ് ടേം ആയിട്ട് ഇവരുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള ഹൗസിംഗ് പ്രൊജക്ടുകളായിരിക്കാം. അങ്ങനെ എന്ത് തരത്തിൽ ഡിസാസ്റ്റേഴ്സിന്റെ റിസ്ക് കുറക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടോ അതൊക്കെ ഈ പറയുന്ന ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ ഈ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് സോഷ്യൽ വർക്കേഴ്സ് തന്നെയാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് മാത്രം പഠിച്ച് ഇറങ്ങുന്ന ആളുകളും ഉണ്ട്. ഇപ്പൊ MA ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോലെ ഉള്ള കോഴ്സുകൾ ചെയ്ത് വരുന്നവരുണ്ട്. ജിയോളജിക്കാരും ജിയോഗ്രഫിക്കാരും വർക്ക് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റീസിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാനും അവരുടെ പ്രശ്നങ്ങൾ അസസ് ചെയ്യാനും അവരോട് എംപത്തറ്റിക് ആയിട്ട് പെരുമാറാനൊക്കെ പറ്റുന്നത് ഒന്നും ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാൻ, അതേപോലെ റെസ്പോൺസ് പ്ലാൻ ഉണ്ടാക്കുന്നത് ആണ് നമ്മൾ പറഞ്ഞത്. അതേപോലെ റെസ്ക്യൂ കോർഡിനേറ്റ് ചെയ്യുക, അതേപോലെ റിലീഫ് എഫേർട്സ്, അതേപോലെ റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ, റിസോഴ്സുകൾ ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ കളക്ട് ചെയ്യുക, അതുപോലെ അതിന്റെ സ്റ്റോറിങ്, അതിന്റെ ഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ സോഷ്യൽ വർക്കേഴ്സ് ആണ് കൂടുതൽ ചെയ്യാറുള്ളത്. ദെൻ ഏതൊരു ഡിസാസ്റ്റർ സംഭവിച്ച സ്ഥലങ്ങളിലും ആളുകൾക്ക് എന്ത് ആവശ്യം ഉണ്ടാവും? സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ആവശ്യം ഉണ്ടാവും അല്ലെ. കാരണം അവരൊരു ട്രോമയെ അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷനെ അതിജീവിച്ച ആളുകളാണ്. അപ്പൊ അവർക്ക് മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് വേണ്ടി വരും. അപ്പം ചിലർക്ക് കൗൺസിലിംഗ് വേണ്ടി വരും, അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക്, അതല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനൊക്കെ കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ തെറാപ്പികളൊക്കെ വേണ്ടി വരും. അപ്പൊ അതിനൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ വർക്കേഴ്സിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ മറ്റൊരു റോൾ എന്ന് പറഞ്ഞാൽ. അതേപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ചെയ്യുക എന്നുള്ളതും അതിനു വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതും അല്ലെ. ഏറ്റവും കൂടുതൽ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നത് ഗവൺമെന്റ് ഏജൻസികളിലാണ്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്, NDMA. അതിന്റെ കീഴിൽ SDMA നമ്മൾ കേട്ടിട്ടുണ്ടാവും, KSDMA, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അതേപോലെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൽ ആളുകൾ വർക്ക് ചെയ്യാറുണ്ട്. അത് INGOs ആയിരിക്കാം, ഇന്റർനാഷണൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ നാഷണൽ NGOs ആയിരിക്കാം, അതല്ലെങ്കിൽ ലോക്കൽ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഓർഗനൈസേഷൻ ആയിരിക്കാം. INGOs പറയുകയാണെങ്കിൽ റെഡ് ക്രോസ് ഉണ്ട്, സേവ് ദ ചിൽഡ്രൻ ഉണ്ട്,
അപ്പൊ ഞാൻ വർക്ക് ചെയ്തത് യൂറോപ്യൻ യൂണിയന് വേണ്ടി വർക്ക് ചെയ്യുന്ന അഡ്വന്റിസ്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് റിലീഫ് ഏജൻസി എന്ന് പറഞ്ഞ ഏജൻസിയിലായിരുന്നു. ദെൻ കാരിത്താസ് ഉണ്ട്, ദെൻ ഓക്സ്ഫാം ഉണ്ട്, ആക്ഷൻ എയ്ഡ് ഉണ്ട്, വേൾഡ് വിഷൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് IGSS ഉണ്ട്, സ്പിയർ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളൊരു MSW ഗ്രാജുവേറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫീൽഡാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. കാരണം ഡിസാസ്റ്റേഴ്സിന്റെ എണ്ണം ഈ അടുത്ത് ഇനി കുറയില്ല. നമുക്കറിയാം ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒബ്വിയസ്ലി എക്സ്ട്രീം ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഇനിയും കൂടും. അതിനനുസരിച്ച് ഫ്ലഡിങ് സിറ്റുവേഷനോ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ്സോ സുനാമിയോ ഒക്കെ ഇനിയും വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എർത്ത്ക്വേക്കൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് സംഭവിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആളുകൾക്ക് സഹായങ്ങൾ ആവശ്യമുണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ടുകൾ ഗവൺമെന്റുകളും ഓർഗനൈസേഷൻസ് ഒക്കെ നീക്കി വെക്കും. അപ്പൊ ഒബ്വിയസ്ലി ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ അവിടെയൊക്കെ സോഷ്യൽ വർക്കേഴ്സിന്റെ ആവശ്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു മികച്ച കരിയർ ആയിരിക്കും. ഓക്കെ, ചിലർക്ക് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഒബ്വിയസ്ലി ഉണ്ടാവും. ഡിസാസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ വർക്ക് ചെയ്യാനും അവിടെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ആലോചിക്കാവുന്ന ഒരു ഫീൽഡാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഓക്കെ, ദെൻ INGOs നമ്മൾ പറഞ്ഞു. കൂടാതെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് അല്ലെ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് അല്ലാതെ ഇന്റർനാഷണൽ ബോഡീസ് കുറെ ഉണ്ട്. ഇപ്പൊ UN കീഴിലുള്ള കുറെ ഓർഗനൈസേഷൻസ് ഉണ്ട്. UNEP ഉണ്ട്, യുണൈറ്റഡ് നാഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ഉണ്ട്. യുനെസ്കോ നമ്മൾ കേട്ടിട്ടുണ്ടാവും, UNICEF കേട്ടിട്ടുണ്ടാവും, IMF കേട്ടിട്ടുണ്ടാവും, അതേപോലെ WHO കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഓർഗനൈസേഷൻസിലൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. UNDP. അപ്പോ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക എല്ലാവരും. ഓക്കെ, ദെൻ അക്കാഡമിക്സ് ടീച്ചിങ് ആൻഡ് റിസർച്ച് ആണ് അടുത്തൊരു സ്കോപ്പായിട്ട് പറയാനുള്ളത്. അതിൽ മെയിൻലി നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി മുതൽ കോളേജ് വരെയുള്ള ടീച്ചിങ്, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ സ്കൂൾ കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അല്ലെ. മെയിൻ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ടീച്ചിങ് ആൻഡ് എഡ്യൂക്കേഷൻ തന്നെയാണ്. അതേപോലെ ഡിസൈനിങ്, ഡെലിവറിങ് കോഴ്സസ് ഓൺ സോഷ്യൽ വർക്ക് തിയറി, പ്രാക്ടീസ് ആൻഡ് എത്തിക്സ്, സൂപ്പർവൈസിങ് ഫീൽഡ് പ്ലേസ്മെന്റ് ആൻഡ് ഇന്റേൺഷിപ്പ്, കുട്ടികളുടെ ഫീൽഡ് പ്ലേസ്മെന്റും ഇന്റേൺഷിപ്പ് ഒക്കെ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളത്, അതിൽ ഇൻപുട്സ് കൊടുക്കുക എന്നുള്ളത്, അതേപോലെ കുട്ടികൾക്ക് മെന്ററിങ് കൊടുക്കുക എന്നുള്ളത്, ആവശ്യമായിട്ടുള്ള അക്കാഡമിക് ആയിട്ടുള്ള ഹെൽപ്പുകൾ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത്. ദെൻ റിസർച്ചിൽ വരുന്നത് എന്തൊക്കെയാണ്? ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്, അതിന്റെ ഡാറ്റ അനലൈസ് ചെയ്യാം, അതേപോലെ പ്രപ്പോസൽസ് ഉണ്ടാക്കുക, ഡാറ്റ കളക്ട് ചെയ്യുക, ഡാറ്റ അനലൈസ് ചെയ്യുക, അതേപോലെ നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റയുടെ ഇന്റർപ്രിട്ടേഷൻ ചെയ്യുക, അതേപോലെ ഈ ഇന്റർപ്രിട്ടേഷൻ ചെയ്തതിനു ശേഷം ഈ റിസർച്ച് എന്ത് ചെയ്യാം? പബ്ലിഷ് ചെയ്യുക. ആർട്ടിക്കിൾസ് ആയിട്ടായിരിക്കാം, റിപ്പോർട്ടുകളായിട്ടായിരിക്കാം, തിസീസുകളായിട്ടായിരിക്കാം, എന്താണെങ്കിലും. ഓക്കെ, അതേപോലെ മറ്റുള്ള ഇതുപോലെ റിസർച്ച് ചെയ്യുന്ന റിസർച്ചേഴ്സിന്റെ വർക്കുകളൊക്കെ വായിക്കുക, അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക, അവരുമായിട്ട് കൂടുതൽ നെറ്റ്വർക്കിംഗ് ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഈ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, ദെൻ വർക്ക് സെറ്റിംഗ്സ്. ഇതിൽ ഏതൊക്കെ വർക്ക് സെറ്റിംഗ്സ് വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, കോളേജുകളാവാം, സ്കൂളുകളാവാം, യൂണിവേഴ്സിറ്റീസ് ആവാം, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാവാം, ഏതെങ്കിലും ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോംസ് ആവാം, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാവാം, തിങ്ക് ടാങ്കുകളാവാം, ഗവൺമെന്റ് ഏജൻസീസ് അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആവാം, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും ആവാം. ഓക്കെ, ഇപ്പം ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ പറയുകയാണെങ്കിൽ യുണൈറ്റഡ് നാഷൻസിന് തന്നെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. യുണൈറ്റഡ് നാഷൻസ് യൂണിവേഴ്സിറ്റി എന്ന് തന്നെയാണ് അതിന്റെ പേര്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാം. അപ്പൊ അതിലൊക്കെ ഒരുപാട് സോഷ്യൽ വർക്കേഴ്സിന്റെ എല്ലാം ഒഴിവുകൾ വരാറുണ്ട്, റിസർച്ചേഴ്സിന്റെ ഒഴിവുകൾ വരാറുണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിൽ സ്കില്ലും നമ്മുടെ കയ്യിൽ നോളജും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും കയറി പറ്റാം. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള സ്കില്ലുകളും നോളജും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ദെൻ ഇപ്പൊ നമ്മൾ സ്പെസിഫൈ ചെയ്ത ഫീൽഡുകൾ അല്ലാതെ വേറെ ഒരുപാട് ഫീൽഡുകൾ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോവാം. ഡിസേബിലിറ്റി സോഷ്യൽ വർക്ക് ആണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത്. അതായത് ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസും അതല്ലെങ്കിൽ NGOs ഒക്കെ ഒരുപാട് ഉണ്ടാവും. അപ്പൊ അതിലുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെയാണ്. ദെൻ ജെറന്റോളജിക്കൽ സോഷ്യൽ വർക്ക്, ജെറിയാട്രിക് സോഷ്യൽ വർക്ക് എന്നും പറയും. അതല്ലെങ്കിൽ നമ്മുടെ എൽഡർലി ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സോഷ്യൽ വർക്ക്. ഓക്കെ, ദെൻ സ്കൂൾ സോഷ്യൽ വർക്ക് ഉണ്ട്, ഫോറൻസിക് സോഷ്യൽ വർക്ക് ഉണ്ട്, ചൈൽഡ് ആൻഡ് ഫാമിലി സോഷ്യൽ വർക്ക്, എൻവയോൺമെന്റൽ സോഷ്യൽ വർക്ക്, ഒക്കുപേഷണൽ സോഷ്യൽ വർക്ക്,
കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വിങ്സ്, അതേപോലെ റീഹാബിലിറ്റേഷൻ സോഷ്യൽ വർക്ക്, ദെൻ റെഫ്യൂജി സോഷ്യൽ വർക്ക് ഉണ്ട്, ദെൻ പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് അല്ലെങ്കിൽ സോഷ്യൽ മെഡിസിൻ ഈ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് ഉണ്ട്. അതേപോലെ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ സോഷ്യൽ വർക്ക്, ക്രിമിനൽ ജസ്റ്റിസ് സോഷ്യൽ വർക്ക് ഉണ്ട്, ദെൻ ഡൊമസ്റ്റിക് വയലൻസ് സോഷ്യൽ വർക്ക് ഉണ്ട്, കറക്ഷൻ സോഷ്യൽ വർക്ക്, നമ്മൾ ജയിലുകളിലാണെങ്കിലും ജുവനൈൽ ഹോമുകളിലാണെങ്കിലും ഒക്കെ അവിടെയൊക്കെ റിഫോമേഴ്സ് ആയിട്ട് അല്ലെ, നമ്മൾ ഈ കുറ്റവാളികളൊക്കെ റിഫോം ചെയ്തെടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകൾ സോഷ്യൽ വർക്കേഴ്സ് ആയിരിക്കും. അതിനാണ് കറക്ഷണൽ സോഷ്യൽ വർക്ക് എന്ന് പറയുക. അതേപോലെ അഡ്വക്കസി ആൻഡ് പബ്ലിക് പോളിസി സോഷ്യൽ വർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ യൂത്ത് ഡെവലപ്മെന്റ് സോഷ്യൽ വർക്ക് ഉണ്ട്, LGBTQ+ സോഷ്യൽ വർക്ക്, LGBTQ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ വർക്ക് ആക്ടിവിറ്റീസ്. ദെൻ കോൺഫ്ലിക്ട് മിറ്റിഗേഷൻ ആൻഡ് പീസ് ബിൽഡിംഗ് അല്ലെ, എന്തെങ്കിലും വാറോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണൽ റൈറ്റോ ഒക്കെ സംഭവിക്കുന്ന ഇന്റേണൽ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉള്ള രാജ്യങ്ങളുണ്ടാവും. അപ്പൊ അവിടെ ഡിഫറെന്റ് ഗ്രൂപ്പുകളായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ പീസ് ടോക്കുകളും അതിന്റെ കോൺഫ്ലിക്ട് മിറ്റിഗേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക. അപ്പൊ നമുക്കറിയാം ഫലസ്തീൻ ആണെങ്കിലും അതല്ലെങ്കിൽ ഉക്രൈൻ റഷ്യ വാർ ആണെങ്കിലും അതിലൊക്കെ ഈ പറയുന്ന കോൺഫ്ലിക്ട് മിറ്റിഗേഷൻ ആൻഡ് പീസ് ബിൽഡിംഗിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒന്നുകൂടെ സ്കോപ്പ് ഉണ്ട്. സ്കൂൾ സോഷ്യൽ വർക്ക് ഒന്നുകൂടെ വിശദമാക്കാമോ? സ്കൂൾ സോഷ്യൽ വർക്ക് മെയിൻലി സ്കൂളുകളിൽ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ കാര്യം എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ സ്കൂളുകളും കൗൺസിലേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാലോ, എല്ലാ സ്കൂളിലും കൗൺസിലേഴ്സ് ഉണ്ട്. അപ്പം ഇത് അധികവും വുമൻ കാൻഡിഡേറ്റ്സ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടും പോസ്റ്റ് ചെയ്യപ്പെടുക. പക്ഷെ പുറം രാജ്യങ്ങളിലൊക്കെ മെയിൽ കൗൺസിലേഴ്സും ഫീമെയിൽ കൗൺസിലേഴ്സും ഉണ്ടാവാറുണ്ട്. സ്കൂളുകളിൽ കുട്ടികളുടെ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുക, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ സൊല്യൂഷൻസ് കൊടുക്കുക, അത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ അവരുടെ ലേണിംഗ് ഡിസേബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ ബിഹേവിയറൽ ഇഷ്യൂസ് ആയിരിക്കാം, ക്ലാസ്സിലെ അവരുടെ ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കാം, അതല്ലെങ്കിൽ പാരന്റ്സിന്റെ വിഷയങ്ങളായിരിക്കാം, വീട്ടിലൊരു നല്ല സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പഠനത്തിൽ പുറകോട്ട് പോവുകയോ അല്ലെങ്കിൽ ബിഹേവിയറൽ ഇഷ്യൂ കാണിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ ഇത് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യും, അതിൽ എന്താ പറയാ സൊല്യൂഷൻസ് കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ് സ്കൂൾ സോഷ്യൽ വർക്കേഴ്സിന്റെ ഒരു പ്രധാന റോൾ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണോ? ഓക്കെ. ദെൻ കോൺഫ്ലിക്ട് മിറ്റിഗേഷൻ ആൻഡ് പീസ് ബിൽഡിംഗ് നമ്മൾ പറഞ്ഞു. അതേപോലെ ഹ്യൂമൻ റൈറ്റ്സ് സോഷ്യൽ വർക്ക്, ഹ്യൂമൻ റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പം ആംനസ്റ്റി ഇന്റർനാഷണൽ ഉണ്ട് അല്ലെ, ഗ്രീൻ പീസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരുപാട് HRL എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പം ഒരുപാട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും നാഷണൽ ഓർഗനൈസേഷൻസും ഉണ്ട്. അതായത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ്, മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെ പ്രധാന പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കാട്ടുകയും അതിൽ സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്യുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും അതിന് എന്താ പറയാ മീഡിയ അറ്റൻഷൻ ആണെങ്കിൽ മീഡിയ അറ്റൻഷൻ, അതല്ലെങ്കിൽ അഡ്വക്കസി റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് ആണ് വേണ്ടെങ്കിൽ അത്, അതല്ലെങ്കിൽ അവർക്ക് ലീഗൽ ഹെൽപ്പാണ് വേണ്ടതെങ്കിൽ അത്. അപ്പൊ എന്താണോ അവരുടെ ആവശ്യം അതിനനുസരിച്ച് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റൈറ്റ്സ് സോഷ്യൽ വർക്കിൽ ചെയ്യാനുള്ളത്. അപ്പൊ ഇത്രയാണ് സോഷ്യൽ വർക്കിന്റെ ഫീൽഡുകൾ. അപ്പോ ഓൾമോസ്റ്റ് ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല, എന്നാലും ഒരു 1 അവറിൽ നമുക്ക് എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ അത്ര ആ ഒരു രീതിയിൽ നമ്മൾ എല്ലാ ഏരിയയും ടച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോ എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എൻ്റെ പേര് നാഫി എന്നാണ്. ലിങ്ക്ഡിനിലും സെയിം പേര് തന്നെയാണ്. ലിങ്ക്ഡിനിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എനിക്ക് മെയിൽ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സിനോടോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോടോ ഒക്കെ ചോദിക്കാവുന്നതാണ്. ഓക്കെ. അപ്പം ഇത് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഈ ഞാൻ പറഞ്ഞ ഈ ഫീൽഡുകളൊക്കെ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് സെർച്ച് ചെയ്ത് നോക്കുക. അതേപോലെ ലിങ്ക്ഡിനെ യൂസ് ചെയ്യുന്നവർ എന്ത് ചെയ്യാം, ഈ കീവേഡ്സ് യൂസ് ചെയ്തിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വെറുതെ സെർച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ കരിയർ സ്കോപ്പുകളാണ് ഉള്ളത് എന്നുള്ളത്. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഒരുപാട് കീവേഡുകളില്ലേ, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഈ പറഞ്ഞ ഫീൽഡുകളൊക്കെ അല്ലേ, ഇതൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ഈ ഫീൽഡുകളൊക്കെ ഒന്ന് ലിങ്ക്ഡിനിലൊക്കെ ഒന്ന് വെറുതെ സെർച്ച് ചെയ്ത് നോക്കുക, ജോബ് സെർച്ചിൽ ഒന്ന് കൊടുത്തു നോക്കുക. അപ്പൊ നമുക്ക് ലോകത്തിന്റെ പല ഭാഗത്തുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റും. ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും. എനിക്ക് തോന്നുന്നത് ലിങ്ക്ഡിൻ ജോബ്സിനേക്കാളും കൂടുതൽ ഇപ്പൊ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഗൂഗിൾ ജോബ്സ് ആണ്. ഗൂഗിളിന്റെ നമ്മൾ
ജോബ് വാക്കൻസീസ് റിലേറ്റഡ് ടു ദിസ് എന്ന് അടിച്ചാൽ ഗൂഗിൾ ജോബ്സ് കുറെ കാര്യങ്ങൾ കാണിച്ചു തരാറുണ്ട്. അപ്പൊ ലിങ്ക്ഡിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അതല്ലെങ്കിൽ വേറെ ജോബ് പ്ലാറ്റ്ഫോംസ് കുറെ ഉണ്ടല്ലോ, നൗക്രി അല്ലെങ്കിൽ ഇൻഡീഡ്, അതിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ഈ ഫീൽഡിലെ നോളജും സ്കിൽസും ഒക്കെ നമുക്ക് കൂട്ടാൻ തോന്നും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡ്രീം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു എവരി വൺ. എല്ലാവർക്കും ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസും അതേപോലെ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാം. ഓക്കെ, So thank you, sir. Thank you so much for your insightful session. ലേണേഴ്സിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സാറിനോട് ഇപ്പൊ ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണെന്നുണ്ടെങ്കിലും പറയാം. കാരണം ഇപ്പൊ കുറെ കാര്യങ്ങൾ സാർ പറഞ്ഞു തന്നല്ലേ. ഇപ്പൊ കുറെ ബ്ലാങ്ക് ആയിട്ടൊക്കെ ഇരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കുറെ ഐഡിയാസ് സാർ പറഞ്ഞപ്പോ കിട്ടി. ഏത് ഏരിയാസിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ നിങ്ങൾക്കുള്ള റോൾ എന്താണെന്നൊക്കെ സാർ പറഞ്ഞു. ഇതിപ്പോ നിങ്ങൾക്ക് ഈവൻ ജോബിന് മാത്രമല്ല, ഫീൽഡ് വർക്ക് ഒക്കെ ചെയ്യാൻ പോകുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിലും ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന ഏരിയസിലെല്ലാം, ഇഷ്ടമുള്ള ഏരിയസിലെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഫീൽഡ് വർക്ക് ആണെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അവിടെയൊക്കെ നിങ്ങൾക്ക് ഏതൊക്കെ റെസ്പോൺസിബിലിറ്റി ആണുള്ളതെന്ന് സാറ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. സോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സാറിനോട് ചോദിക്കാം. എല്ലാവരും ഈ പറഞ്ഞ ഫീൽഡുകളിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡുകൾ ഏതാണെന്ന് ജസ്റ്റ് പറയോ? എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട്. നമ്മൾ ഇത്രയും സാർ ഒരു ക്വസ്റ്റ്യൻ സംസാരിച്ചതിൽ ചാറ്റ് ബോക്സിൽ. സർ, വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിൽ വർക്ക് ചെയ്യാൻ ഏത് തിരഞ്ഞെടുക്കണം? ഹ്യൂമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കേരളത്തിലൊന്നും ഫാമിലി ആൻഡ് ചിൽഡ്രൻ എന്നൊക്കെ പറയുന്ന സ്പെഷ്യലൈസേഷൻ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. വളരെ കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ നിങ്ങൾക്ക് അതിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതന്നെ സ്പെഷ്യലൈസേഷൻ എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളീ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ മെഡിക്കൽ ആൻഡ് സൈക്കാട്രിന്റെ കാര്യത്തിൽ മാത്രമേ മെഡിക്കൽ ആൻഡ് സൈക്കാട്രി ആണോ കഴിഞ്ഞത് എന്നുള്ളത് ചോദിക്കുള്ളൂ. ഇപ്പൊ ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ ക്ലിനിക്കുകളിലോ ഒക്കെയാണ് നമ്മൾ ഈ പറയുന്ന പിന്നെ ഇന്റർവ്യൂവിന് പോകുന്നതെങ്കിൽ അവർ ചോദിക്കും മെഡിക്കൽ ആൻഡ് സൈക്കാട്രി ആണോ കഴിഞ്ഞതെന്നുള്ളത്. പക്ഷെ വേറെ NGOസിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലൊന്നും സ്പെഷ്യലൈസേഷൻ ഏതാണ് എന്ന് ചോദിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ജനറൽ സോഷ്യൽ വർക്ക് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇതുമായി റിലേറ്റഡ് അല്ലാത്ത ഏതെങ്കിലും സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാം. ഓക്കെ, ലിൻസി പറയുന്നത് ഇഷ്ടപ്പെട്ടത് സ്കൂളുകളിലെ കൗൺസിലിംഗ് ആണെന്ന് അല്ലേ? സ്കൂൾ കൗൺസിലർ ആവാനാണ് ഇഷ്ടം എന്നാണ് പറയുന്നത്. അന്നഗാസ്, ഫോറൻസിക് സോഷ്യൽ വർക്ക് എന്തായിരുന്നു? ഹൗ ഇസ് ഇറ്റ് വർക്കിംഗ്? ഫോറൻസിക്സ് കുറച്ചുകൂടെ ക്രൈം റിലേറ്റഡ് സാധനങ്ങളൊക്കെയാണ് ഈ ഫോറൻസിക് സോഷ്യൽ വർക്കിൽ വരുന്നത്. അത് കറക്ഷണൽ സോഷ്യൽ വർക്ക് അല്ല, കുറച്ചുകൂടെ ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ അതല്ലെങ്കിൽ അതിന്റെ ലീഗൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഫോറൻസിക് സോഷ്യൽ വർക്കിൽ വരുന്നത്. സത്യം പറഞ്ഞാൽ ഒരുപാട് ഫീൽഡുകളുണ്ട്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫീൽഡ് ഏതാണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക. അതേപോലെ ഈ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസും അല്ലെങ്കിൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് അറിയാം. അതിലേക്കുള്ള ഒരു ആക്സസ് എങ്ങനെ കിട്ടും എന്നുള്ളത് നോക്കുക. അതേപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള ഇന്റേൺഷിപ്പുകളൊക്കെ ചെയ്യുക. ഇപ്പം ഏതെങ്കിലും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലോ NGOസോ ഒക്കെ ഇതിന് വളരെ ഫേമസ് ആണെങ്കിൽ അവിടെ പോയിട്ട് നമ്മളുടെ ബ്ലോക്ക് പ്ലേസ്മെന്റോ നമ്മളുടെ ഫീൽഡ് വർക്ക് ഒക്കെ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, എനിക്ക് ഏതായിരിക്കും ഇഷ്ടം, എനിക്ക് ഏതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. എനിക്ക് എന്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഒക്കെ ആയിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ഡിസാസ്റ്റർ ഫീൽഡ് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ 2018-19 ഫ്ലഡിന്റെ സമയത്താണ് ഞാൻ യൂറോപ്യൻ യൂണിയന്റെ പ്രൊജക്ടുകൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ അതിനുശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഭയങ്കര ഇഷ്ടമായി മാറി. അപ്പൊ അതിനുശേഷമാണ് ഞാൻ പിന്നെ JRF ഒക്കെ കിട്ടിയതിന് ശേഷം പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ തന്നെ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. ദെൻ അഗെയിൻ ഇനി PhD കഴിഞ്ഞു. ഇനിയിപ്പോ അഗെയിൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിലൊക്കെ ഡിസാസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ടുകൾ വർക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഡിസാസ്റ്റർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂമാനിറ്റേറിയൻ ഇന്റർവെൻഷൻസ് പ്രൊജക്ടുകൾ ഉണ്ടാവും, അതിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ
ഡെവലപ്മെന്റ് സെക്ടറിലെ ഒരുപാട് പ്രൊജക്ടുകൾ ഉണ്ടാവാറുണ്ട്, അതിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ലൊരു ഫീൽഡാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. പിന്നെ നിങ്ങളെ സ്പെഷ്യലൈസേഷൻ അതിന് മാത്രം നിങ്ങളെ കരിയറിൽ എഫക്ട് ചെയ്യുന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ ഏത് സ്പെഷ്യലൈസേഷൻ എടുത്താലും നിങ്ങൾക്ക് ഉയർന്നു പോകാൻ പറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ സ്പെസിഫിക്കലി നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലോ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഫീൽഡിലോ ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ MNP എടുക്കുന്നതായിരിക്കും നല്ലത്, മെഡിക്കൽ ആൻഡ് സൈക്കാട്രി എടുക്കുന്നതായിരിക്കും നല്ലത്. സർ, അബ്രോഡ് സ്കോപ്പിനെ പറ്റി ഒന്ന് പറയുമോ? അബ്രോഡ് സ്കോപ്പാണ് ഇത്രയും നേരം പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറഞ്ഞതിലൊക്കെ അബ്രോഡ് സ്കോപ്പ് വേറെ അല്ലെങ്കിൽ ലോക്കൽ സ്കോപ്പ് വേറെ അങ്ങനെയൊന്നും ഇല്ല. ഈ പറഞ്ഞ എല്ലാത്തിലും അബ്രോഡ് സ്കോപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനുള്ള വിൻഡോസ് നിങ്ങൾ കണ്ടെത്തണം എന്ന് മാത്രം. സർ, PhD ഇഗ്നോയിലായിരുന്നു. അല്ല സോനു, ഞാൻ PhD ചെയ്തത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി നിന്നായിരുന്നു. ഡിഗ്രി PG ഡൽഹി യൂണിവേഴ്സിറ്റി നിന്നായിരുന്നു. B.Ed MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ദെൻ നെറ്റും JRF സോഷ്യൽ വർക്കിൽ. അതിനുശേഷമാണ് PhD ചെയ്തത്, അത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. അബ്രോഡ് സ്കോപ്പ് എന്ന് ഉദ്ദേശിച്ച അവസ്ഥ എനിക്ക് തോന്നുന്നത് കാനഡ, UK അതൊക്കെയാണോ? അവിടെയൊക്കെ സോഷ്യൽ വർക്കർ ആയിട്ട് വർക്ക് ചെയ്യുന്ന അതാണോ ഉദ്ദേശിച്ചത്? ഓക്കെ, തോന്നി. അപ്പൊ അത് മാത്രമല്ല സോഷ്യൽ വർക്കിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ, അത് കൺവെൻഷനലി എല്ലാവരും പുറത്തേക്ക് പോകാൻ നോക്കുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ ഒരുപാട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നോക്കുന്നത്. ഓക്കെ, INGOs ഒക്കെ നോക്കുക. devnet.org എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ നിങ്ങളൊന്ന് കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ഇന്റർനാഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കാണാൻ പറ്റും. ഡെവ്നെറ്റ് ഉണ്ട്, അതേപോലെ റിലീഫ് വെബ് ഉണ്ട്, അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ പൈസ കൊടുത്തിട്ടൊന്നും ആരും എവിടെയും കയറാതിരിക്കുക, അബ്രോഡ് പോവാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് കോഴ്സ് ചെയ്യാനൊക്കെ പോവാം. ഇപ്പൊ MA പബ്ലിക് ഹെൽത്ത് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ പോകാറുണ്ട്, MSW കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ പോവാം. പക്ഷെ ജോബിന് വേണ്ടിയിട്ട് ക്യാഷ് കൊടുക്കാതിരിക്കാം. ഫിസിക്കലി ഡിസേബിൾഡ് പിള്ളേരുടെ ഇടയിൽ വർക്ക് ചെയ്യാനായിട്ട്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസബിലിറ്റി സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളായിരിക്കാം, വുമൺ ആയിരിക്കാം, അല്ലെങ്കിൽ യൂത്ത് ആയിരിക്കാം, ആരും ആയിരിക്കാം. അത് ജനറൽ സോഷ്യൽ വർക്ക് ഡിഗ്രി ഉണ്ടായാൽ മതി, MSW ആയാലും മതി, MA സോഷ്യൽ വർക്ക് ആയാലും മതി. ഓക്കെ, ദെൻ ആ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന NGOs ആയിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സോ ആയിട്ടോ നമ്മൾ കോണ്ടാക്ട് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, ചോദിച്ചാൽ അതൊരു പിന്നെ മിസ്റ്റേക്ക് ആയി അൺമ്യൂട്ട് ചെയ്തിട്ട് പോകുന്നു ചോദിക്കാം വിചാരിക്കാം. കേട്ടോ. നിങ്ങൾ ചാറ്റ് ബോക്സിൽ തന്നെ നിങ്ങൾക്ക് സാറിന് ഡയറക്റ്റ്ലി അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. നമ്മൾ കുറച്ചുപേരെ ഇവിടെ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഞാൻ ചോദിച്ചാൽ അതൊരു പിന്നെ എന്താ പറയാ, പിന്നെ മിസ്റ്റേക്ക് ആവുമോ എന്നൊന്നും വിചാരിക്കണ്ട, വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, നമ്മൾ എപ്പോഴും ഇപ്പൊ എനിക്കിപ്പോ ഈ ഫീൽഡിലേക്ക്, ഞാനിപ്പോ ജോഗ്രഫി കഴിഞ്ഞിട്ടാണ് സോഷ്യൽ വർക്ക് എടുത്തത്. ഞാൻ ഈ സോഷ്യൽ വർക്ക് എടുക്കുന്ന സമയത്ത് ഈ ഫീൽഡിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ എന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളും എന്റെ മെന്റേഴ്സ് ഒക്കെയാണ് എനിക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അങ്ങനെയാണ് ഞാൻ ലേൺ ചെയ്തത്. അപ്പൊ ഒബ്വിയസ്ലി എല്ലാവരും അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ഇതിൽ ബിഗിനർ തന്നെ ആയിരിക്കും. അതുകൊണ്ട് അതിൽ നമുക്ക് ഒരു അപകർഷതാബോധമൊന്നും വേണ്ട, അങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാം ലേൺ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് സംശയം ചോദിക്കാൻ മടിയില്ലാത്തവൻ കൂടുതൽ പെട്ടെന്ന് ലേൺ ചെയ്യും. ഇപ്പൊ എല്ലാവരും ചോദിക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. സാർ, ഈ എൻവയൺമെന്റ് സോഷ്യൽ വർക്കിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? എൻവയോൺമെന്റ് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരുപാട് എൻവയോൺമെന്റൽ പൊല്യൂഷൻ പോലെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ടാവും. അപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്, നമുക്കറിയാം. അപ്പൊ അതിലൊക്കെ അങ്ങനെയുള്ള അല്ലെങ്കിൽ എക്കോളജിക്കൽ കൺസർവേഷൻ പ്രൊജക്ടുകൾ ഉണ്ടാവാം. അപ്പൊ അതിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. അത് ലോക്കലി ഉള്ള ഓർഗനൈസേഷൻസ് ആവാം, നാഷണൽ ഓർഗനൈസേഷൻ ആവാം, അതല്ലെങ്കിൽ പിന്നെ നാഷണൽ ഓർഗനൈസേഷൻസ് ആവാം, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആവാം. അപ്പം ഇതിലൊക്കെയുള്ള പ്രൊജക്ടുകളിൽ പിന്നെ പ്രൊജക്ട് മാനേജർ, പ്രൊജക്ട് കോർഡിനേറ്റർ, കൺട്രി ഡയറക്ടർ അങ്ങനെയുള്ള പോസ്റ്റുകളിലൊക്കെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സ്കോപ്പ്. ഞാൻ പറഞ്ഞ ആ വെബ്സൈറ്റ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. devnet.org എന്നാണ് ആ വെബ്സൈറ്റിന്റെ പേര്, devnet.org. ഇത് കയറിട്ട് നിങ്ങൾ ഈ കീവേഡ് ഒക്കെ ഒന്ന് അടിച്ചു നോക്കുക, എൻവയോൺമെന്റൽ സോഷ്യൽ വർക്കർ എന്നോ അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സോഷ്യൽ വർക്കർ എന്നൊക്കെ അടിച്ചാൽ നിങ്ങൾക്ക്
അതിന്റെ കംപ്ലീറ്റ് ജോബ് ഡിസ്ക്രിപ്ഷൻ കിട്ടും, എന്താണ് ആ ജോബുകളിൽ ചെയ്യാനുള്ളത് എന്നുള്ളത്. അപ്പൊ ജോബ് ഡിസ്ക്രിപ്ഷൻ JD എന്നതിന് പറയാം. അപ്പൊ JD ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഇത് ഓരോ ഓർഗനൈസേഷനിലും വ്യത്യസ്തമായിട്ടുള്ള ഡ്യൂട്ടീസ് ആയിരിക്കും ഉണ്ടാവുക. മെയിൻലി എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ടുകളിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഇവിടെ സർ പല എന്താണ് ഏരിയാസ് ഡിസ്കസ് ചെയ്തായിരുന്നില്ല സോഷ്യൽ വർക്കിന്റെ തന്നെ. അപ്പം ഇതില് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിൽ ഈ ഒരു പ്രൊഫഷൻ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഒക്കുപേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഫീൽഡ് നിങ്ങൾ ചൂസ് ചെയ്യാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഈ എന്താ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരായിട്ട് സംസാരിക്കാം. അപ്പം ഇത്തരത്തില് പലതരത്തിലുള്ള ഒരു സെർച്ചിങ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നിങ്ങൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ലിസ്റ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരിക. ഓക്കെ, അതേപോലെ തന്നെ ഈ പറയുന്ന ഫീൽഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഫൈൻഡിങ്സ്, നിങ്ങളുടെ ഒബ്സർവേഷൻസ്, ഇൻസൈറ്റ്സ്, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി ഷെയർ ചെയ്യാം. സോ ഇതാണ് നിങ്ങളുടെ ടാസ്ക്.